നമസ്കാരം. യൂറോപ്പ് മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. മാസങ്ങൾക്ക് മുൻപ് യുകെയിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ മലയാളി യുവാവിന്റെ മരണത്തിൽ വേദനയോടെ യുകെ മലയാളികൾ. യുകെയിൽ നിന്ന് മാസങ്ങൾക്ക് മുൻപാണ് കുടുംബസമേതം ഓസ്ട്രേലിയയിലെ ബൺബറിയിലേക്ക് ജോബിൻ ജോസും കുടുംബവും താമസം മാറിയത്. ഇപ്പോഴിതാ തൊടുപുഴ കരിമണ്ണൂർ സ്വദേശിയായ ജോബിൻ ജോസിന്റെ മരണവാർത്തയാണ് യുകെ മലയാളികളെ തേടിയെത്തിയിരിക്കുന്നത്. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് പെർത്തിലെ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. 42 വയസ്സായിരുന്നു. കഴിഞ്ഞ ജൂലൈ 2-ന് ഗുരുതരാവസ്ഥയിലായ ജോബിനെ അടിയന്തരമായി ഹെലികോപ്റ്ററിൽ പെർത്തിലെ ഫിയോണ സ്റ്റാൻലി ആശുപത്രിയിൽ എത്തിച്ച് ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. വൈദ്യസംഘം ഏറെ പരിശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ജോബിന്റെ വേർപാട് ഓസ്ട്രേലിയൻ മലയാളി സമൂഹത്തിനൊപ്പം യുകെ മലയാളികൾക്കും വേദനയാവുകയാണ്. ഭാര്യ കോതമംഗലം വെളിയച്ചാൽ സ്വദേശിനിയും ബൺബറി ആശുപത്രിയിൽ നഴ്സുമായ റിയ ആന്റണിയാണ്. മക്കൾ ജോസൻ, ജാക്ക്, റിയോൺ. ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച വാർഷിക ബാർബിക്യൂ സംഗമം സൗത്ത് മീഡിലെ മങ്സ് പാർക്കിൽ ആവേശത്തോടെയും കുടുംബസമേതമുള്ള പങ്കാളിത്തത്തോടെയും നടന്നു. രാവിലെ 11 മണിക്ക് ആരംഭിച്ച പരിപാടികൾ വൈകിട്ട് 3:30 വരെ നീണ്ടുനിന്നു. 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന ചൂട് അനുഭവപ്പെട്ടെങ്കിലും മരങ്ങളുടെ തണലും മനോഹരമായ അന്തരീക്ഷവും പരിപാടിയെ കൂടുതൽ ആസ്വാദികരമാക്കി. കുടുംബങ്ങളും കുട്ടികളും ഉൾപ്പെടെ നിരവധി അംഗങ്ങൾ പങ്കെടുത്ത സംഗമം സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും മനോഹര വേദിയായി. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാവുന്ന നിരവധി വിനോദ മത്സരങ്ങൾ പരിപാടിയുടെ പ്രധാന ആകർഷണമായി. ലെമൺ റേസ്, ചാക്കിലോട്ടം, കുട്ടികൾക്കായുള്ള മിഠായി പെറുക്കൽ, റിംഗ് ത്രോ, ദമ്പതികൾക്കായുള്ള ബലൂൺ പൊട്ടിക്കൽ, ആപ്പിൾ കടിക്കൽ തുടങ്ങിയ മത്സരങ്ങൾ ആവേശത്തോടെയാണ് നടന്നത്. വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. യുണൈറ്റഡ് ബ്രിസ്റ്റോൾ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ജോബിച്ചൻ ജോർജിന്റെ നേതൃത്വത്തിൽ റെജി തോമസ്, ബിജു പപ്പാരിൽ, സിബിയച്ചൻ പൗലോ, സബിൻ, സോണിയ, ബീന, മെജോ എന്നിവരുടെ നേതൃത്വവും പിന്തുണയും പരിപാടിയുടെ വിജയത്തിന് കരുത്തായി. സംഘാടക സമിതിയുടെ മികച്ച ഏകോപനവും അംഗങ്ങളുടെ സജീവ പങ്കാളിത്തവും ബാർബിക്യൂ സംഗമത്തെ അവിസ്മരണീയമാക്കി. വൈക്കിങ്സ് ആവേശത്തെ തല്ലിക്കെടുത്തി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. ബ്രസീലിനെ വീഴ്ത്തിയെത്തിയ നോർവേ ഇംഗ്ലണ്ടിനെതിരെ ഭയമില്ലാതെ കളിച്ചപ്പോൾ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഡബിളാണ് അവരുടെ ആദ്യ സെമി ഫൈനൽ സ്വപ്നങ്ങൾ തല്ലിക്കെടുത്തിയത്. മയാമിയിൽ ഇംഗ്ലണ്ടിന് ഒത്ത പോരാളികളായി നോർവേ മാറ്റുരച്ചെങ്കിലും ഒരു ഗോളിന്റെ വ്യത്യാസത്തിൽ 2-1 ഇംഗ്ലണ്ട് സെമി ഫൈനലിലേക്ക് പ്രവേശിച്ചു. ആൻഡ്രിയാസ് ഷെൽഡറപ്പ് 36-ാം മിനിറ്റിൽ നോർവേക്ക് ലീഡ് നൽകി. 10 മിനിറ്റോളം ഇത് നിലനിർത്താൻ സാധിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് ജൂഡ് ബെല്ലിംഗ്ഹാം മറുപടി നൽകി. നോർവേയുടെ വൈക്കിംഗ് പോരാളി ഹാലൻഡിനെ എല്ലാ അർത്ഥത്തിലും പൂട്ടുകയായിരുന്നു രണ്ടാം പകുതിയിൽ ഇംഗ്ലീഷ് പട ചെയ്തത്. എന്നിട്ടും ഇംഗ്ലണ്ടിനെ നോവിക്കാൻ നോർവേ വഴികൾ കണ്ടെത്തി. ടോർബോൺ ഹെഗേം ഗോൾ നേടിയെങ്കിലും VARൽ ഹാലൻഡിന്റെ ഫൗൾ കണ്ടെത്തിയതോടെ ഇത് നിഷേധിച്ചു. ഇതിനിടയിൽ ഹാലൻഡ് ഗോൾവല കുലുക്കാതിരുന്നതിനാൽ ഇംഗ്ലണ്ട് എല്ലാം ചെയ്തു. ഒടുവിൽ നോർവേയെ വീഴ്ത്താനുള്ള അവസരം ഇംഗ്ലണ്ടിന് വീണുകിട്ടി. നോർവേ ഗോൾ കീപ്പറുടെ ഒരു അശ്രദ്ധയാണ് ബെല്ലിംഗ്ഹാമിന്റെ കൈയിലേക്ക് വീണ്ടും ബോൾ എത്തിച്ചത്. രണ്ടാമത് പന്ത് കിട്ടിയ ബെല്ലിംഗ്ഹാം ലക്ഷ്യം തെറ്റാതെ നിറയൊഴിച്ചു. 93-ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നു. അവസാന നിമിഷങ്ങളിലും നോർവേ വൈക്കിങ്സ് വിശ്രമിച്ചില്ല. ഇംഗ്ലീഷ് ഡിഫൻസിന് അസാമാന്യമായ ജോലിയും രക്ഷപ്പെടുത്തലും. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ ഇംഗ്ലണ്ട് 2-1 സെമിയിൽ. നോർവേയെ സംബന്ധിച്ചും ഈ ലോകകപ്പ് അഭിമാനത്തിൻ്റെതാണ്. ഗ്രൂപ്പ് ഘട്ടം മാത്രം കടന്നു കിട്ടിയാൽ മതിയെന്ന് പ്രതീക്ഷിച്ച ഒരു ടീം ബ്രസീലിനെ വീഴ്ത്തി ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ടീമിനെ അധിക സമയ കളിയിലേക്ക് വരെ എത്തിച്ചാണ് മടങ്ങുന്നത്. തല ഉയർത്തി തന്നെ. ഹോർമുസ് കടലിടുക്ക് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ അടയ്ക്കുന്നതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ 140 കേന്ദ്രങ്ങളിൽ അക്രമം നടത്തി അമേരിക്ക. പുതിയ സംഭവ വികാസങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച്
ആശങ്കയോടെ നോക്കിക്കാണുകയാണ് മിഡിൽ ഈസ്റ്റ് മേഖല. യുഎസിന്റെ അക്രമങ്ങൾക്ക് അവരുടെ സഖ്യകക്ഷികളായ ബഹ്റിൻ, കുവൈത്ത്, ഖത്തർ, UAE എന്നിവിടങ്ങൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. US-ഇറാൻ സംഘർഷം പുതിയ തലത്തിലേക്ക് പടരുമെന്നാണ് ആശങ്ക. തങ്ങൾക്ക് നേരെ എത്തിയ മിസൈൽ തടുത്തതായി UAE വ്യക്തമാക്കി. കുവൈത്തിലെ US സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയതായി ഇറാൻ വെളിപ്പെടുത്തി. ബഹ്റിനിൽ ദേശീയ അലേർട്ടാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഖത്തറിൽ വലിയ ശബ്ദത്തിലുള്ള സ്ഫോടനങ്ങൾ കേട്ടതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. താൽക്കാലിക വെടിനിർത്തൽ നിലവിൽ വന്നതോടെ എണ്ണവില താഴ്ന്നത് ആശ്വാസമായി ഇരിക്കവെയാണ് കരാർ അവസാനിച്ചതായി ഇരു രാജ്യങ്ങളും നിലപാടെടുത്തത്. അമേരിക്കൻ പ്രസിഡന്റിനെ കൊലപ്പെടുത്താൻ ഇറാൻ പദ്ധതിയൊരുക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയതോടെയാണ് ട്രംപ് ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചത്. യൂറോപ്പ് മലയാളി ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.